ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ ഒരുപാട് പേര് ഇപ്പോഴും ഡ്രൈവിംഗിൽ ബുദ്ധിമുട്ടുന്ന ഡ്രൈവിംഗിലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു വാഹനം നിർത്തി മുന്നോട്ടെടുക്കുമ്പോൾ പലപ്പോഴും നിർത്തിയെടുക്കേണ്ട രീതികളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. എങ്ങനെ ഒരു വാഹനം നിർത്തി മുന്നോട്ടെടുക്കണമെന്നൊരു ഐഡിയ ഉണ്ട്. എന്നാൽ പലപ്പോഴും കാല് ബാലൻസ് ചെയ്യുന്നതിൽ വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ട് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി നിരന്തരം ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. എടുക്കേണ്ട രീതികൾ അറിയാം, പക്ഷെങ്കിൽ കാല് ബാലൻസിങ്ങിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഡ്രൈവിംഗിൽ വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു വാഹനം നിർത്തി മുന്നോട്ടെടുക്കുമ്പോൾ കാല് എങ്ങനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലും ചെറിയ ഗട്ടറുള്ള റോഡിലും അതുപോലെ തന്നെ ചെറിയ കയറ്റങ്ങളിലൊക്കെ വാഹനം എടുക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ആദ്യ ട്രിപ്പ് തന്നെ വാഹനം നിങ്ങൾക്ക് ഓഫ് ആകാതെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാർ ഡ്രൈവിംഗിലെ ഈ ഒരു ഒറ്റ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് വണ്ടി നിരന്തരം ഓഫായി പോകും. 2-3 തവണയൊക്കെ ഓഫായി കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഓഫ് ആകാതെ വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നത്. അത് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ ഒരു വാഹനം ഓഫ് ആകാതെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വാഹനത്തിൻ്റെ താക്കോല് ഓൺ ചെയ്യുന്നു, ഞാനിത് ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സെക്കൻഡിലോ അല്ലെങ്കിൽ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തു, പക്ഷേങ്കിൽ മാറി അറിയാതെ തേർഡാണ് വീഴുന്നതെങ്കിൽ നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇടുന്നു. എന്നിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കാല് ബാലൻസ് ചെയ്യേണ്ട രീതി നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇടത്തെ കാലും വലത്തെ കാലും നിങ്ങൾ ഇതുപോലെ ഫ്രീ ആക്കി വെക്കുക. അതായത് ഇപ്പം എൻ്റെ വലത്തെ കാല് ബ്രേക്ക് പെഡലിന് മേളിലുണ്ട്, കാലിൻ്റെ അടിഭാഗം ഫ്ലോറിൽ വെക്കാതെ ഇതുപോലെ ബ്രേക്ക് ചവിട്ടി പിടിക്കുക, ക്ലച്ച് ചവിട്ടി പിടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയതിന് ശേഷം കാല് നിങ്ങൾക്ക് ഫ്ലോറിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ വെക്കാം. എന്നിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ വണ്ടി എടുക്കുന്ന സമയം മുതൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് എന്ന് ഇതുപോലെ കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കാം. അപ്പം ബ്രേക്കിന് നേരെ ആയിരിക്കണം നമ്മളുടെ വലത്തെ കാലിരിക്കേണ്ടത്. എന്നിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. എന്നിട്ട് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ക്ലച്ചിനെ ബാലൻസ് ചെയ്യണം. ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നത് പല ആൾക്കാർ ഈ രീതിയിലാണ്. അതായത് ഇങ്ങനെ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് ഇതുപോലെ കാലിങ്ങോട്ട് അയക്കും. ഇങ്ങനെ ഇതുകൊണ്ടോ ഇങ്ങനെ അയച്ചിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്ന രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുവിധം നന്നായിട്ട് വാഹനം എടുക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു പൊസിഷനിൽ വണ്ടി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരാൾ ഇങ്ങനെ വാഹനം എടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ കാലിന്റെ എൻഡ് ഇവിടെ ചവിട്ടിയിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു ബലം നമുക്കിതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ പെയിൻ വരുത്തും. ഇങ്ങനെ കാലയക്കുമ്പോൾ അതുപോലെ തന്നെ ഈ കാലയച്ച് വരുമ്പോൾ ഈ കാലിന്റെ പെഡൽ കണ്ടില്ലേ, അതായത് ഇടത്തെ കാലിൽ ക്ലച്ചിന്റെ പെഡൽ ഈ നടുക്കായിട്ടാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാലിന്റെ പെഡൽ വരേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കാലിന്റെ മുകൾ ഭാഗത്തായിരിക്കണം ക്ലച്ച് പെഡൽ വരേണ്ടത്. അതായത് ഇങ്ങനെ ആയിരിക്കണം ക്ലച്ച് പെഡൽ നിൽക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ റിലീസ് ചെയ്ത് വരുന്ന സമയത്തും ഇങ്ങനെ തന്നെ ക്ലച്ച് പെഡൽ നിൽക്കണം. അപ്പൊ നമ്മൾ കാലിന്റെ എൻഡ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇത് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് ഇതുകൊണ്ട് കാലിന്റെ ഈ നടുഭാഗത്തായിരിക്കും ഈ പെഡൽ വരുന്നത്. അപ്പൊ നമുക്ക് കാലിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ആക്സിലറേറ്റർ പെഡലിലേക്ക് കാല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇടത്തെ കാലിനെ ജസ്റ്റ് ഫ്രീ ആക്കുക ഇതുപോലെ. എന്നിട്ട് കാല് ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് അയച്ചു വരുന്നതിനനുസരിച്ച്
നിങ്ങൾ വാഹനം മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുമല്ലോ, അതിന് ഇതേ ക്ലച്ച് ചെയ്ത് ഇങ്ങോട്ട് അയച്ച് വരുന്നു. ആ ബൈറ്റിംഗ് പോയിന്റ് വന്ന സമയത്ത് വണ്ടി ഉരുളാൻ തുടങ്ങുന്നത് നിങ്ങൾ അവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ബാലൻസ് ചെയ്ത് അങ്ങ് പിടിക്കുക, ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട്. കണ്ടോ? അപ്പം നമുക്ക് നല്ല ബാലൻസും കിട്ടും, കാലിന് പെയിനും വരത്തില്ല. എന്നിട്ട് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ചെ തന്നെ എടുക്കാതെ, അതായത് പലരും ക്ലച്ചെ തന്നെ എടുക്കുന്ന സമയത്ത് ഓഫായി പോകും. ചിലപ്പം നിരപ്പ് പ്രതലമായിരിക്കും, റോഡിൽ ചെറിയ കല്ല് കാണും, ചിലപ്പോൾ കല്ലിന്റെ മേളിലായിരിക്കും നമ്മുടെ വണ്ടിയുടെ ടയർ ഉള്ളത്, അല്ലെ ചിലപ്പോൾ ചെറിയ നിരപ്പ് പ്രതലമാണെങ്കിൽ കുഴിയാണെങ്കിലും ക്ലച്ചെ നീങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ഇതുപോലെ ആക്സിലറേഷൻ മുന്നോട്ടൊന്ന് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ, അതായത് ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയച്ചെടുക്കുക. അതായത് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നമുക്കിതുകൊണ്ട് ഇതുപോലെ വാഹനം എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്. വണ്ടി അത്യാവശ്യം നീങ്ങി ആവറേജ് റണ്ണായി തുടങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലച്ച് പെഡലിൽ നിന്ന് പൂർണ്ണമായിട്ട് കാലെടുത്ത് മാറ്റാൻ പാടുള്ളൂ. ഇതുപോലെ പൂർണ്ണമായിട്ട് കാലെടുത്ത് മാറ്റാൻ പാടുള്ളൂ. ഇനി വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം കയറി ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. അപ്പോഴും ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് വരിക. എന്നിട്ട് രണ്ട് കാലിൻ്റെ എൻഡും നിങ്ങൾക്ക് ഫ്ലോറിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഞാൻ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഈ ഒരു കാര്യം കയറ്റത്ത് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കയറ്റത്താണ് ഒരുപാട് പേർക്ക് ഈ കാല് ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് ഓഫ് ആകുന്നത്. കയറ്റത്ത് എടുക്കുന്നത് അറിയാം, പക്ഷെങ്കിൽ കാലിന്റെ ഈ ബാലൻസിങ് കറക്റ്റ് ആക്കാത്തത് കൊണ്ട് കയറ്റത്ത് വണ്ടി ഓഫായി പോകും. അപ്പൊ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇതുപോലെ ചേർത്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ബ്രേക്കിൽ നിന്ന് എടുത്താൽ വണ്ടി ബാക്കിലേക്ക് പോകും. അപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് കാലിന്റെ എൻഡ് കണ്ടില്ലേ, ഈ എൻഡ് ഫ്ലോറിലേക്ക് തന്നെ ഉറപ്പിച്ച് വെക്കുക. ഇതുപോലെ മനസ്സിലായോ? കാലിന്റെ എൻഡ് ഫ്ലോറിലേക്ക് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇടത്തെ കാല് ഫ്രീ ആക്കുക. ഒരു കാരണവശാലും ഇടത്തെ കാല് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ക്ലച്ച് അയക്കരുത്. ഇങ്ങനെ ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി നിരന്തരം ഓഫായി പോകാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? ഫുൾ ക്ലച്ച് ചവിട്ടുക. ഇടത്തെ കാല് ഇതുപോലെ തന്നെ ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കാലയക്കുന്നു. നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് ഇതുകൊണ്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വിറയിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യണം? പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുക. ആ വിറയിൽ പോയിന്റിൽ പ്രോപ്പർ ബൈറ്റിംഗിലാണെങ്കിൽ വണ്ടി കയറ്റത്ത് നിൽക്കും, ഇല്ലെങ്കിൽ വണ്ടി പുറകോട്ട് പോകും. പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ വന്നു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇത് ബ്രേക്ക് ഞാൻ കാല അയച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഇടത്തെ കാലിന്റെ എൻഡ് ഫ്ലോറിലേക്ക് ഇങ്ങനെ വെക്കണം. ഇതുപോലെ കണ്ടോ? ജസ്റ്റ് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മളിവിടെ ബാലൻസ് ചെയ്ത് ഇനി പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. മുന്നോട്ട് കയറ്റത്തിന്റെ അളവനുസരിച്ച്, ഇപ്പം നല്ല കയറ്റമാണ്, അപ്പം നന്നായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുക. ഇതുപോലെ കണ്ടോ? അപ്പം നമുക്ക് വാഹനം ഈസി ആയിട്ട് തന്നെ ഒരു വാഹനം നമുക്ക് കയറ്റത്തെടുക്കാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം? കാലിങ്ങനെ ബാലൻസ് ചെയ്ത് പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കണം. അതിന് നിങ്ങൾ ശരിക്കും ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് എടുക്കണം. അതുപോലെ തന്നെ പ്രാക്ടീസ് എടുക്കുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ചെറിയ ഗട്ടറുള്ള നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഇതുപോലെ കയറ്റങ്ങളിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിലും കയറ്റത്തിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാകുന്ന ഡ്രൈവിങ്ങിൽ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ വാഹനം ഒരു ട്രാഫിക്കിൽ മുന്നോട്ട് എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിലും വാഹനം നിങ്ങൾക്ക് ഓഫ് ആകാതെ എടുക്കാൻ കഴിയും. അപ്പോൾ കാലിൻ്റെ ഈ ബാലൻസിങ് നിങ്ങൾ കൃത്യമാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ പേജിലൂടെയും നമ്മുടെ വീഡിയോകൾ കാണാം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.